Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. അപ്പോൾ ചാപ്റ്റർ 4ൻ്റെ 6ാമത്തെ പാർട്ടാണിത്. നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്കാണ് ഇൻറ്റേർണൽ കൺട്രോൾ, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. So, the effectiveness of internal control is influenced by the organizational environment, especially the leadership's approach and communications regarding these controls. അപ്പോൾ ഒരു ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ്റെ എൻവിറോൺമെൻറ്റും അതേമാതിരി തന്നെ അതിൻ്റെ ലീഡർഷിപ്പ് അപ്രോച്ച് ആൻഡ് ഈ ഒരു കൺട്രോൾസിനെ കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ എഫക്റ്റീവ്നെസ്. കീ കമ്പോണൻറ്റ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ അസസ്മെൻറ്റ്. അപ്പോൾ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ അസസ്മെൻറ്റിൻ്റെ കീ കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP, ദെൻ എൻ്റർപ്രൈസ് റിസ്ക് മാനേജ്മെൻറ്റ്, ദെൻ സെഗ്രിഗേഷൻ ഓഫ് ജോബ് റെസ്പോൺസിബിലിറ്റീസ്, ദെൻ ജോബ് റൊട്ടേഷൻ ഓഫ് സെൻസിറ്റീവ് ഏരിയാസ്, ഡെലിഗേഷൻ ഓഫ് ഫിനാൻഷ്യൽ പവർ ഡോക്യുമെൻറ്റ്സ്, ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി ബേസ്ഡ് കൺട്രോൾസ്. അപ്പോൾ ഈ 6 കമ്പോണൻറ്റ്സ് ആണ് എന്തുള്ളത് ഒരു ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ അസസ്മെൻറ്റ് നടത്തുമ്പോൾ ഉള്ളത്. സോ അതിലെ ഫസ്റ്റ് കമ്പോണൻ്റ് ആണ് എന്ത് ഫസ്റ്റ് കമ്പോണൻ്റ് ആണെന്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ക്ലിയർലി ഡിഫൈൻസ് റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, പ്രോസസ്സസ് ആൻഡ് കൺട്രോൾസ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ എന്താണ്, റോൾ, റെസ്പോൺസിബിലിറ്റി, പ്രോസസ്സസ് ആൻഡ് കൺട്രോൾ, ഈ 4 കാര്യങ്ങൾ എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ദേ എൻഷുർ കൺസിസ്റ്റൻറ്റ് അപ്ലിക്കേഷൻ ഓഫ് കൺട്രോൾസ്, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കൺട്രോളിൻ്റെ അപ്ലിക്കേഷൻ ഈവൻ ഡ്യൂറിങ് എംപ്ലോയി ടേൺ ഓവർ. ഇപ്പോൾ എംപ്ലോയീസ് എന്താണ്, നമ്മളൊരു സ്ഥാപനം, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്താണ് അവിടെ എംപ്ലോയീസ് നിൽക്കുന്നില്ല. അവിടെ ഒരു എംപ്ലോയി വന്നിട്ട് അയാൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിപ്പോവാണ്. ഇപ്പോൾ ഒരു അക്കൗണ്ടൻറ്റ് 2 മാസം നിന്നിട്ട് അയാൾ പോവുകയാണ്. അതിനുശേഷം വേറൊരാൾ വരുന്നു, അയാളും അവിടെ നിന്നിട്ട് ഒരു 4 മാസത്തിന് ശേഷം അയാളും പോവുകയാണ്. സോ ഇങ്ങനെ ഒരു എംപ്ലോയി ടേൺ ഓവർ കൂടുതലുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ പോലും ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൺട്രോൾസിൻ്റെ അപ്ലിക്കേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യും. ദിസ് റെഡ്യൂസസ് ഡിസ്റപ്ഷൻ റിസ്ക്. ഡിസ്റപ്ഷൻ റിസ്ക് ആണ് ഇത് റെഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഡിസ്റപ്ഷൻ റിസ്ക് എന്ന് വെച്ചാൽ ഒരു തടസ്സം. നമ്മളൊരു സാധനം ചെയ്യുകയാണ്, നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് അവിടെ ഒരു ബ്ലോക്ക് വന്ന്, നമ്മളൊരു ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ഒരു ഇൻവെൻട്രീൻ്റെ ഒരു ഓപ്പറേഷനാണ്, അത് റോ മെറ്റീരിയൽ ഒന്നും വർക്കിംഗ് പ്രോസസ്സായിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആകുന്ന ഒരു പ്രൊസീജിയറിൽ അവിടെ ഒരു തടസ്സം വന്ന്, അങ്ങനത്തെ ഒരു തടസ്സം ഒരു റിസ്ക്കാണ്. സോ അങ്ങനത്തെ റിസ്കിനെയാണ് എന്ത് ചെയ്യുന്നത് ഇത് റെഡ്യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ ഒരു എംപ്ലോയി ടേൺ ഓവർ വരികയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഒരു എംപ്ലോയി വന്നു, അയാൾ മാറിപ്പോയി, പുതിയൊരു എംപ്ലോയി വരുമ്പോൾ ഇയാൾക്ക് ഫുള്ളായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ഈ ഒരു ഡിസ്റപ്ഷൻ ആയിട്ടുള്ള റിസ്ക്, അപ്പോൾ ഇയാളുടെ നോളജ് എന്താണ് കുറവായിരിക്കും. സോ അങ്ങനത്തെ ഒരു റിസ്ക്കാണ് ഇത് റെഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഇഫ് ന്യൂ എംപ്ലോയി ടേക്സ് ഓവർ ദ ടാസ്ക്, SOP പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ടു ഫോളോ. അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ഫേം ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് ഇതൊക്കെ, നിങ്ങൾ ഇതാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇയാളോട് പറയുകയാണെങ്കിൽ അയാൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതാണെന്ത് ഇൻറ്റേർണൽ കൺട്രോൾ അസസ്മെൻറ്റിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ്. സെക്കൻഡ് കമ്പോണൻ്റ് ആണെന്ത് എൻ്റർപ്രൈസ് റിസ്ക് മാനേജ്മെൻറ്റ്. നമ്മളിനി റിസ്കിനെ മാനേജ് ചെയ്യണം. എ റോബസ്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ് അലൗസ് ഫോർ ഐഡൻറ്റിഫൈയിങ് ആൻഡ് മിറ്റിഗേറ്റിംഗ് റിസ്ക് റെഗുലർലി വിച്ച് ഹെൽപ്സ് ഇൻ ഏർലി ഗ്യാപ്പ് ഡിറ്റക്ഷൻ. ഒരു റോബസ്റ്റ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ്, റോബസ്റ്റ് എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ്, ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതെന്താണ്,
അത് ഈ ഒരു റിസ്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് മിറ്റിഗേറ്റ് ചെയ്യാനും അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് കുറയ്ക്കാനും എന്താണ് ഹെൽപ്പ് ചെയ്യും. സോ അത് റെഗുലർലി ആയിട്ടാണ് അത് ചെയ്യുക. ആൻഡ് വിച്ച് ഹെൽപ്സ് ഇൻ ഏർലി ഗ്യാപ്പ് ഡിറ്റക്ഷൻ. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ സഹായിക്കും. ഒരു റോബസ്റ്റ് ആയിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് അവിടെ ഉണ്ടെങ്കിൽ. ദിസ് റെഡ്യൂസസ് അൺഎക്സ്പെക്റ്റഡ് കൺട്രോൾ ഫെയിലിയേഴ്സ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു കൺട്രോൾ ഫെയിലിയർ എന്താണ് ഇത് റെഡ്യൂസ് ചെയ്യും. കാരണം എന്താണ് ഇത് ആദ്യമേ ഇതിൻ്റെ ഒരു പോസിബിലിറ്റി ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു റോബസ്റ്റ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ്. റെഗുലർ റിസ്ക് അസസ്മെൻറ്റ് ക്യാൻ ഹെൽപ്പ് ഐഡൻറ്റിഫൈങ് പൊട്ടൻഷ്യൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ബിഫോർ ദേ എക്സലേറ്റ്. അപ്പോൾ ഒരു റെഗുലർ ആയിട്ടുള്ള റിസ്ക് അസസ്മെൻറ്റ് നമ്മൾ റെഗുലർ ആയിട്ട് എന്താണ് നടത്തുകയാണെങ്കിൽ സോ റോബസ്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ് എന്താണ് അത് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യും ഈ ഒരു റിസ്കിനെ ഐഡൻറ്റിഫൈ ചെയ്യും, അത് മിറ്റിഗേറ്റും ചെയ്യും. സോ അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ എന്താണ് അത് എന്തെങ്കിലും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരികയാണെങ്കിൽ അത് ആദ്യമേ അത് മനസ്സിലാക്കി അതിനെ സോൾവ് ചെയ്യും, മിറ്റിഗേറ്റ് ചെയ്യും. ഇതാണ് രണ്ടാമത്തെ കമ്പോണൻറ്റ്. ഇനി തേർഡ് കമ്പോണൻ്റ് ആണെന്ത് സെഗ്രിഗേഷൻ ഓഫ് ജോബ് റെസ്പോൺസിബിലിറ്റീസ്. ഇമ്പോർട്ടൻറ്റ് ട്രാൻസാക്ഷൻസ് ഷുഡ് നോട്ട് ബി ഹാൻഡിൽഡ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആര് ഹാൻഡിൽ ചെയ്യരുത്, ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ഹാൻഡിൽ ചെയ്യരുത്. നമ്മൾ കുറേ പ്രാവശ്യം ഇത് പറഞ്ഞതാണ്, ലാസ്റ്റ് പാർട്ടിലായാലും നമ്മൾ കുറേ പറഞ്ഞതാണ് എന്ത് ഈ നമ്മളുടെ ജോബ് സെഗ്രിഗേഷൻ, ഡ്യൂട്ടി സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ദിസ് ഹെൽപ്സ് പ്രിവെൻറ്റ് ഫ്രോഡ് ആൻഡ് എറർ. ഇതെന്താണ് ഫ്രോഡും എററും പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിൾ എ ബയർ ഷുഡ് നോട്ട് ഓൾസോ റിസീവ് മെറ്റീരിയൽ ഓർ അപ്രൂവ് ഇൻവോയ്സസ്. അപ്പോൾ സെയിം പേഴ്സൺ തന്നെ എന്താണ് ഒരു സാധനം മെറ്റീരിയൽ പർച്ചേസും ചെയ്യരുത്, അതിൻ്റെ ഇൻവോയ്സും അയാൾ തന്നെ എന്താണ് അപ്രൂവും ചെയ്യരുത് വാങ്ങാനുള്ളത്. അപ്പോൾ അവിടെ എന്താണ് അവിടെ മിസ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് എന്താണ് കൂടുതലാണ്. ഓക്കെ, സോ സെഗ്രിഗേഷൻ ഓഫ് ജോബ് റെസ്പോൺസിബിലിറ്റിയാണ് തേർഡ് കമ്പോണൻറ്റ്. ദെൻ ഫോർത്ത് കമ്പോണൻ്റ് ആണെന്ത് ഈ സെഗ്രിഗേഷൻ ഓഫ് ജോബ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തും പഠിക്കുന്നത്, നമ്മൾ ജോബ് റൊട്ടേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഒരു പോയിൻറ്റുകളൊക്കെ നമ്മൾ എന്താണ് ഇൻറ്റേർണൽ ചെക്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അതിൻ്റെ ഒരു കണ്ടീഷൻസ് ആയിരുന്നു എന്ത് ഈ സെഗ്രിഗേഷൻ ഓഫ് ജോബ് റെസ്പോൺസിബിലിറ്റീസും ജോബ് റൊട്ടേഷനും പിന്നെ മറ്റ് കുറേ 10 പോയിൻറ്റുകളുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ നാലാമത്തെ കമ്പോണൻ്റ് ആണ് ഈ ഇൻറ്റേർണൽ കൺട്രോൾ അസസ്മെൻറ്റ്. നാലാമത്തെ കമ്പോണൻ്റ് ആണ് എന്ത് ജോബ് റൊട്ടേഷൻ ഇൻ സെൻസിറ്റീവ് ഏരിയാസ്. Job rotation in sensitive area. Rotating jobs in sensitive areas prevents complacency and misuse. എന്ന് വെച്ചാൽ നമ്മൾ ഈ ജോബ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 2 കാര്യങ്ങളാണ് പ്രിവെൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മളെന്താണ് ആ ഒരു ജോബ് നമ്മൾ ചെയ്യുന്ന ജോബിൽ നമ്മൾ കൂടുതൽ കാലം അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ അതിൽ കംഫർട്ടാവും. നമ്മൾ അതിനെക്കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയും ചെയ്യും, അതിൻ്റെ ഷോർട്ട് കട്ട്സും പഠിക്കും, അതിൻ്റെ ലൂപ്പ് ഹോൾസ് നമ്മൾ എന്തെങ്കിലും ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു ലൂപ്പ് ഹോൾസ് നമുക്ക് എന്താണ് അതിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. സോ നമ്മളെന്താണ് കൂടുതൽ കംഫർട്ടാവുക, ഒരു കോംപ്ലസൻസി നമ്മൾ ഫീൽ ചെയ്യുക. ദെൻ അത് മിസ്യൂസ് ചെയ്യാൻ ആ ഒരു പൊസിഷൻ നമ്മൾ മിസ്യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് 2 കാര്യങ്ങളും എന്താണ് നമ്മൾ ജോബ് റൊട്ടേറ്റ് ചെയ്യുന്നതിലൂടെ അത് പ്രിവെൻറ്റ് ചെയ്യും. എക്സാമ്പിൾ ഇഫ് എ സെയിം പേഴ്സൺ ഹാൻഡിൽസ് വെൻഡർ പർച്ചേസ് ഫോർ ടു ലോങ് ദേ മേ ബിക്കം ടു കംഫർട്ടബിൾ. അവരെന്താണ് ഭയങ്കര കംഫർട്ടബിൾ ആവും ആ ഒരു പൊസിഷനിൽ, ലീഡിങ് ടു ഇൻആഡിക്വേറ്റ് കൺട്രോൾ. ഓക്കെ, ദെൻ ഇനി 5ാമത്തെ കമ്പോണൻ്റ് ആണ് ഡെലിഗേഷൻ ഓഫ് ഫിനാൻഷ്യൽ പവർ ഡോക്യുമെൻറ്റ്സ്. ഡെലിഗേഷൻ ഓഫ് ഫിനാൻഷ്യൽ പവേഴ്സ് ഡോക്യുമെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡെലിഗേറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ പവർ നമ്മൾ എന്ത് ചെയ്യണം ഡോക്യുമെൻറ്റ് ചെയ്യണം. ആസ് ഓർഗനൈസേഷൻ ഗ്രോ ബിസിനസ് വളരുന്നതനുസരിച്ചിട്ട് ദേ നീഡ് ടു ഡെലിഗേറ്റ് ഫിനാൻഷ്യൽ പവേഴ്സ് ക്ലിയർലി. നമ്മൾ എന്ത് ചെയ്യണം ഫിനാൻഷ്യൽ പവേഴ്സ് നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം, ഓരോരുത്തർക്ക് നമ്മൾ എന്താണ് വീതിച്ച് കൊടുക്കണം. This documentation ensure controls aren't reliant on specific individual. അപ്പോൾ ഈ ഒരു കൺട്രോൾ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് മാത്രമല്ല എല്ലാവർക്കും ഒരുപാട് വ്യക്തികൾ എന്താണ് ആ ഒരു ഫിനാൻഷ്യൽ പവറിന് അർഹരാണ്, അവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യും. ഫോർ എക്സാമ്പിൾ എ ചാർട്ട് ഔട്ട്ലൈനിങ് ഹൂ ക്യാൻ അപ്രൂവ് എക്സ്പെൻസ് ഹെൽപ്സ് മെയിൻറ്റെയിൻ കൺട്രോൾ. അപ്പോൾ ഒരു ചാർട്ട് ഉണ്ട് നമ്മളൊരു ഓർഗനൈസേഷനിൽ നമ്മളെ ക്ലയൻറ്റിൻ്റെ ഓഫീസിൽ എന്നൊരു ചാർട്ട് ഉണ്ട്, ആർക്കൊക്കെയാണ് ഇന്ന ട്രാൻസാക്ഷൻസ് അപ്രൂവ് ചെയ്യാൻ അതോറിറ്റി ഉള്ളതൊരു ചാർട്ട് ഉണ്ടെങ്കിൽ അതെന്താണ് അത് കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ആ ഡെലിഗേറ്റ് ചെയ്യുന്നത് നമ്മളെന്താണ് പറഞ്ഞു നമ്മൾ ഡ്യൂട്ടീസ് ഡെലിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, നമ്മൾ റൊട്ടേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ കാര്യങ്ങൾ നമ്മൾ ആ ഡെലിഗേറ്റ് ചെയ്ത പവേഴ്സ് എന്താണ് ഫിനാൻഷ്യൽ പവേഴ്സ് നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യണം. ഇതാണ് 5ാമത്തെ കമ്പോണൻറ്റ്. ദെൻ ലാസ്റ്റ് കമ്പോണൻ്റ് ആണ് 6ാമത്തെ കമ്പോണൻറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ബേസ്ഡ് കൺട്രോൾസ്. ടെക്നോളജി ക്യാൻ എംബഡ് കൺട്രോൾസ് വിത്തിൻ സിസ്റ്റംസ്, റെഡ്യൂസ് ഹ്യൂമൻ എറേഴ്സ്.
നമ്മൾ ഈ കൺട്രോൾസ് എന്താണ് ടെക്നോളജിക്കൽ ഓട്ടോമാറ്റിക് ആക്കുകയാണെങ്കിൽ എന്താണ് ഓട്ടോമേറ്റ് ആക്കുകയാണെങ്കിൽ ഹ്യൂമൻ എറേഴ്സ് എന്താണ് കുറയാണ് ചെയ്യുക. എക്സാമ്പിൾ ഓട്ടോമേറ്റഡ് ഇൻവോയ്സിങ് സിസ്റ്റംസ് ക്യാൻ എൻഷ്യൂർ കറക്റ്റ് റേറ്റ്സ് ആർ അപ്ലൈഡ്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ഇൻവോയ്സിങ് സിസ്റ്റം ഓട്ടോമേറ്റ് ആക്കുകയാണെങ്കിൽ എപ്പോഴും എന്താണ് കറക്റ്റ് റേറ്റ് അവിടെ വരുള്ളൂ. കാരണം മെഷീൻ ചെയ്യുന്നൊരു പണിയാണിത്, മിനിമൈസിങ് മിസ്റ്റേക്സ്. ഓക്കെ, സോ ഇതായിരുന്നു ഈ ഫിനാൻഷ്യൽ ഇൻറ്റേർണൽ കൺട്രോൾ അസസ്മെൻറ്റിൻ്റെ 6 കമ്പോണൻസ്. ഇനി ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് എന്തൊക്കെ ടെക്നിക്സാണ് നമുക്ക് ഇൻറ്റേർണൽ കൺട്രോൾസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്? 3 ടെക്നിക്സ് ഉള്ളത്. ഒന്ന് വെച്ചാൽ ക്വസ്റ്റ്യനർ, ഒന്ന് വെച്ചാൽ ചെക്ക് ലിസ്റ്റ് ആൻഡ് ഫ്ലോ ചാർട്ട്. ഓക്കെ, ഇത് 3 നമ്മൾ എന്താണ് നമ്മൾ ഇൻറ്റേർണൽ പഠിച്ച ടോപ്പിക്കുകളാണ്. നമ്മൾ പിന്നെയും അത് ഫൈനൽ നോക്കുകയാണ്. സോ ഫസ്റ്റ് എന്താണ് ക്വസ്റ്റ്യനർ. ഓഡിറ്റർ യൂസ് സ്റ്റാൻഡർഡൈസ്ഡ് ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റ്യനർ ടു ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ് ആൻഡ് ഡിറ്റക്ട് വീക്ക്നെസ്സസ്. അപ്പോൾ നമ്മൾ ഓഡിറ്റർ എന്ത് ചെയ്യും? സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റ്യനേഴ്സ് യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? എഫക്റ്റീവ്നെസ്സും അതേമാതിരി തന്നെ വീക്ക്നെസ് ഡിറ്റക്ട് ചെയ്യുന്നതും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യാനും വീക്ക്നെസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. ഓക്കെ, ദെൻ ദീസ് ആർ ഓർഗനൈസ്ഡ് ബൈ ഫങ്ഷണൽ ഏരിയാസ് ലൈക്ക് പർച്ചേസ് ആൻഡ് സെയിൽസ്. അപ്പോൾ പർച്ചേസ്, സെയിൽസ് എങ്ങനെയുള്ള ഫങ്ഷണൽ ഏരിയാസിലാണ് ഇതധികം ഓർഗനൈസ് ചെയ്യുക. എക്സാമ്പിൾ, ഓഡിറ്റേഴ്സ് ക്യാൻ ആസ്ക് ഇഫ് ഓൾ റെസീറ്റ്സ് ആർ റെക്കോർഡഡ് പ്രോംപ്റ്റ്ലി. Okay, then checklist. A checklist provides a series of instructions or questions for auditors to verify internal control. അപ്പോൾ ചെക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഓഡിറ്റർ ടു വെരിഫൈ, ഓഡിറ്ററിന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത്? ഇൻറ്റേർണൽ കൺട്രോൾസ്. എക്സാമ്പിൾ, an auditor may check if the കാഷ്യർ വെരിഫൈ ദ ക്യാഷ് ബാലൻസ് ഡെയിലി. അപ്പോൾ കാഷ്യർ എന്താണ് ഡെയിലി ഈ ക്യാഷ് ബാലൻസ് വെരിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്ററിന് ചെക്ക് ചെയ്യാം. എങ്ങനെ? ചെക്ക് ലിസ്റ്റിലൂടെ. ദ ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റ്യനെയർ കണ്ടെയ്ൻസ് ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസ് വൈൽ ദ ചെക്ക് ലിസ്റ്റ് ഫോക്കസ് ഓൺ മെയിൻ കൺട്രോൾ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റ്യനെയർ എന്താണ് അധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിലുണ്ടാവുക. ചെക്ക് ലിസ്റ്റിൽ എന്താ ഉണ്ടാവുക? ഫോക്കസ് ചെയ്തിട്ടുള്ള മെയിൻ കൺട്രോൾ ഒബ്ജക്റ്റീവ്സ് ആണ് ചെക്ക് ലിസ്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റ്യനെയർ ആൻസേഴ്സ് കം ഫ്രം കമ്പനി എക്സിക്യൂട്ടീവ്സ്. അപ്പോൾ കമ്പനി എക്സിക്യൂട്ടീവ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്? ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റ്യനെയറിൻ്റെ ആൻസേഴ്സ് തരേണ്ടത്. വേറെസ് ചെക്ക് ലിസ്റ്റ് ആർ ആൻസേർഡ് ബൈ ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സ് ആണ് ചെക്ക് ലിസ്റ്റിന് ആൻസർ കൊടുക്കേണ്ടത്. A no in internal control questionnaire shows a weakness but its significance may not be clear. അപ്പോൾ ഒരു നോ എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റ്യനെയറിൽ ഒരു വീക്ക്നെസ് ആണ് മെൻഷൻ ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അവിടെ മിസ്സിംഗ് ആണ്. എത്രമാത്രം ആ ഒരു വീക്ക്നെസ് സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ള കാര്യം ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റ്യനെയറിൽ കാണിക്കുന്നില്ല. ചെക്ക് ലിസ്റ്റ് റിക്വയർ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എ വീക്ക്നെസ്. അപ്പോൾ ഒരു വീക്ക്നെസ് അവിടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിനൊരു സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസും കൂടി എന്താണ് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഫ്ലോ ചാർട്ടാണ്. എ ഫ്ലോ ചാർട്ട് ടെക്നിക് ഈസ് യൂസ് ടു ഇവാലുവേറ്റ് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റംസ് ഫോർ എൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ എന്താ നോക്കുന്നത്? ടെക്നിക്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ഇൻറ്റേർണൽ കൺട്രോൾ ആണ്. അപ്പോൾ ഫ്ലോ ചാർട്ടും എന്താണ് ചെയ്യുന്നത്? ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ്. ഇറ്റ് വിഷ്വലി റെപ്രസെൻറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ അലൗവിങ് ഫോർ കോൺസൈസ് ആൻഡ് കോംപ്രഹെൻസീവ് വ്യൂ. എന്ന് വെച്ചാൽ ഫ്ലോ ചാർട്ട് എന്താണ്? ഒരു വിഷ്വൽ പ്രസൻറ്റേഷനാണ് തരിക. അതെന്താണ്? ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷനും അതേമാതിരി തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും അതിലുണ്ടാവും. സോ ഒരു വിഷ്വൽ പ്രസൻറ്റേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ അലൗവിങ് ഫോർ കോൺസൈസ് ആൻഡ് കോംപ്രഹെൻസീവ് വ്യൂസ്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? പ്രൊവൈഡ്സ് എ ക്ലിയർ ഓവർവ്യൂ ഓഫ് കൺട്രോൾ സ്ട്രക്ചർ. അപ്പോൾ കൺട്രോൾ സ്ട്രക്ചറിൻ്റെ ഒരു ക്ലിയർ ഓവർവ്യൂ എന്താണ് ഫ്ലോ ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെഡ്യൂസ് ലെങ്തി നെറേറ്റീവ്സ് ടു എസെൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പോൾ ലെങ്തി നെറേറ്റീവ്സിന് എന്താണ്? എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് മാത്രമായിട്ട് ചുരുക്കുന്നത് എന്താണ്? ഫ്ലോ ചാർട്ടിൻ്റെ ഒരു ബെനിഫിറ്റാണ്. നമ്മളെന്താ ഒരു പാരഗ്രാഫ് ഒന്നും ഫുള്ള് വായിക്കേണ്ട, ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് മാത്രം നമുക്കൊരു വിഷ്വൽ പ്രസൻറ്റേഷനിൽ നമുക്ക് കാണാം. ദെൻ ഇൻക്ലൂഡ്സ് ഓൾ റിലവൻറ്റ് ഡീറ്റെയിൽസ് അബൌട്ട് ഓപ്പറേഷൻസ് ആൻഡ് കൺട്രോൾസ്. ഓപ്പറേഷനെ കുറിച്ചിട്ടും
കൺട്രോളിനെ കുറിച്ചിട്ട് എന്താണ് എല്ലാ റിലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഇതിൽ ഫ്ലോ ചാർട്ടിൽ ഇൻക്ലൂഡ് ആയിരിക്കും. സോ ഈ 3 ബെനിഫിറ്റ്സ് ആണ് എന്തുള്ളത് ഫ്ലോ ചാർട്ടിനുള്ളത്. ദെൻ കമ്പോണൻസ് ഓഫ് ഫ്ലോ ചാർട്ട്സ്. A flowchart is made up of line and symbols that represent the flow of documents and activities through different sections or department. അപ്പോൾ ഫ്ലോ ചാർട്ടിൽ എന്തൊക്കെയാണുള്ളത്? ലൈൻസ് ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്. ഇതെന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇത് ഫ്ലോ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ത്രൂ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഡിഫറെൻ്റ് ആയുള്ള സെക്ഷൻസിലൂടെയും ഡിപ്പാർട്ട്മെൻറ്റിലൂടെയും പോകുന്ന ഡോക്യുമെൻറ്റ്സിനെയും ആക്ടിവിറ്റീസിനെയും എന്താണ് സിമ്പിളായിട്ടും ലൈൻസിലൂടെയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്ത് ഫ്ലോ ചാർട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലോ ചാർട്ട്സിൻ്റെ കമ്പോണൻസ്. സോ കീ ഫീച്ചേഴ്സ് ഓഫ് ഫ്ലോ ചാർട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഫ്ലോ ചാർട്ടിൻ്റെ കീ ഫീച്ചേഴ്സ്? ഫസ്റ്റ് ഷോസ് വെൻ ഡോക്യുമെൻ്റ് ഈസ് ക്രിയേറ്റഡ് ഓർ റിസീവ്ഡ്. അപ്പോൾ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതാണ് ഫ്ലോ ചാർട്ടിൽ കാണിക്കും. ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റഡ്. എത്ര ഡോക്യുമെൻറ്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ നമ്പേഴ്സ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യും. ഡിസ്പ്ലേസ് സീക്വൻഷ്യൽ സ്റ്റേജസ് ഓഫ് ഡോക്യുമെൻറ്റ് പ്രോസസ്സിംഗ്. അപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഓരോ സ്റ്റേജും എന്താണ് ഫ്ലോ ചാർട്ടിൽ ഡിസ്പ്ലേ ചെയ്യും. ഇല്ലസ്ട്രേറ്റ് ദ ഡോക്യുമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ അമംഗ് സെക്ഷൻസ്. ഓരോ സെക്ഷനിലും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡോക്യുമെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ് അതും ഫ്ലോ ചാർട്ടിൻ്റെ നമുക്ക് കാണാൻ പറ്റും. വെരിഫൈസ് ഓതറൈസേഷൻ അറ്റ് റിലവൻറ്റ് സ്റ്റേജസ്. ഏതൊക്കെ സ്റ്റേജിലാണ് ഒരു ഓതറൈസേഷൻ വേണ്ടത് ഡോക്യുമെൻറ്റിന് അതും നമുക്ക് എന്താണ് ഫ്ലോ ചാർട്ടിൽ നമുക്ക് വിസിബിളാണ്. റെക്കോർഡ് ഡോക്യുമെൻറ്റ് ഫയലിംഗ് ആൻഡ് ഫൈനൽ ഡിസ്പോസൽ. അപ്പോൾ നമ്മളെന്താണ് തുടക്കം ക്രിയേറ്റും റിസീവും ചെയ്യുന്നത് മുതൽ അത് ഫയൽ ചെയ്യുന്നതും ഫൈനൽ ഡിസ്പോസൽ വരെ എന്താണ് ഫ്ലോ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ ഇതൊക്കെയാണ് ഫ്ലോ ചാർട്ടിൻ്റെ കീ ഫീച്ചേഴ്സ്. ദെൻ ക്രിയേറ്റിംഗ് എ ഫ്ലോ ചാർട്ട്. A flowchart should be section wise to ensure clarity. അപ്പോൾ ഓരോ ഫ്ലോ ചാർട്ടും എന്തായിരിക്കണം സെക്ഷൻ വൈസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ. എന്തിനു വേണ്ടിയിട്ട്? ക്ലാരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദേ ആർ യൂഷ്വലി ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. വെച്ചാൽ ഇങ്ങനെയല്ല ഇങ്ങനെ ഹൊറിസോണ്ടൽ വിത്ത് പ്രോസസ്സസ് ഫ്ലോയിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് വെച്ചാൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്. ദ ഫസ്റ്റ് കോളം റെപ്രസെൻറ്റ് വേർ എ ട്രാൻസാക്ഷൻ ഒറിജിനേറ്റ്സ്. അപ്പോൾ ആദ്യത്തെ കോളം എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അതാണ് ഫസ്റ്റ് കോളം റെപ്രസെൻറ്റ് ചെയ്യുക. ഫോളോഡ് ബൈ ദ കോളംസ് ദാറ്റ് റിഫ്ലക്ട്സ് ദ ആക്ച്വൽ ട്രാൻസാക്ഷൻ ഫ്ലോ. പിന്നെ ബാക്കിയുള്ള കോളംസ് എന്താണ് ആക്ച്വൽ ട്രാൻസാക്ഷൻ ഫ്ലോ എന്താണ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മളൊരു ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇതൊരു സെക്ഷൻ വൈസാണ് ക്രിയേറ്റ് ചെയ്യുക. ഹൊറിസോണ്ടലായിട്ടാണ് ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് ഫ്ലോ ചാർട്ട് പോവുക. അതിലെന്താണ് ഫസ്റ്റ് കോളം എന്താണ് ട്രാൻസാക്ഷൻ ഒറിജിനേറ്റ്സ് അതാണ് ഫസ്റ്റ് കോളം റെപ്രസെൻറ്റ് ചെയ്യുക. പിന്നത്തെ ബാക്കി കോളം എന്താണ് ആക്ച്വൽ ട്രാൻസാക്ഷൻ ഫ്ലോ ആണ് കാണിക്കുക. ഓക്കെ. ദെൻ സിംബോളിക് റെപ്രസെൻറ്റേഷൻ. നമ്മൾ പറഞ്ഞു ഫ്ലോ ചാർട്ടിൽ ലൈൻസും സിമ്പിൾസും ആണ് ഉള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ symbolic representation. Flowchart visually represent the flow of activities and related documents linking main functions such as sales, purchase, wages. അപ്പോൾ ഈ ഒരു മെയിൻ ഫങ്ഷൻസ് ആണെന്ത് സെയിൽസ്, പർച്ചേസ്, വേജസ് ഇതൊക്കെ ഒരു മെയിൻ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഈ മെയിൻ ഫങ്ഷൻസിനെ ലിങ്ക് ചെയ്യുന്ന ആക്ടിവിറ്റീസും അതേമാതിരി തന്നെ റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ലിങ്കിങ് അതിനെ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഒരു ടെക്നിക്കാണ് ഫ്ലോ ചാർട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഫോർ ഇൻസ്റ്റൻസ് സെയിൽസ് ആർ കണക്റ്റഡ് ടു ട്രേഡ് റിസീവബിൾ. അപ്പോൾ ട്രേഡ് റിസീവബിൾ എന്താണ് അതിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ റിലേറ്റഡ് ഡോക്യുമെൻ്റ് ആണ്. സോ സെയിൽസുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഫ്ലോ ചാർട്ടിൽ അതിൻ്റെ ഒരു വിഷ്വൽ പ്രസൻറ്റേഷൻ നമുക്ക് കാണാം. യൂസിങ് ഫ്ലോ ചാർട്ട്സ് വിത്ത് ക്വസ്റ്റ്യനേഴ്സ്. എ ക്വസ്റ്റ്യനർ ഓഫൺ അക്കംപനീസ് എ ഫ്ലോ ചാർട്ട്. ഒരു ക്വസ്റ്റ്യനർ എന്താണ് ക്വസ്റ്റ്യനർ ഫ്ലോ ചാർട്ടായിട്ട് എന്താണ് ഒരുമിച്ച് ചേർന്നിട്ടാണ് ചിലപ്പം ചെയ്യുക. കണ്ടെയ്നിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ കൺട്രോൾ സിസ്റ്റം ദാറ്റ് ക്യാൻ ബി ആൻസേർഡ് യൂസിങ് ദ ഫ്ലോ ചാർട്ട്. അപ്പോൾ ഒരു കണ്ടെയ്നിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ കൺട്രോൾ സിസ്റ്റം. അപ്പോൾ കൺട്രോൾ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് അതിലുണ്ടാവും. അതെന്താണ് ഫ്ലോ ചാർട്ട് യൂസ് ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. ദിസ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ വീക്ക്നെസ് ഇൻ ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. ഇതെന്താണ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിലെ വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കും. നമ്മളൊരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കി, ഇന്നൊരു ഫ്ലോ നമ്മളെന്താണ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കി, അതിൻ്റെ കൂടെ നമ്മളെന്താണ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഫ്ലോ ചാർട്ടിൽ നിന്നും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പറ്റുന്നില്ലെങ്കിൽ എന്താണ് അത് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് ആണ്.
കാണിക്കുന്നത്. ഓക്കെ, ദെൻ എക്സാമ്പിൾസ് ഓഫ് ഫങ്ഷൻസ് ഇൻ ദ ഫ്ലോ ചാർട്ടിങ്. അപ്പോൾ ഫ്ലോ ചാർട്ടിങ്ങിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏതൊക്കെ ഫങ്ഷൻസിനാണ് ഈ ഫ്ലോ ചാർട്ട്സ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർഡർ റിസീവിങ് ഫംഗ്ഷൻ, നമുക്കൊരു ഓർഡർ കിട്ടുകയാണ്, ഒരു സെയിൽസ് നടത്തുള്ള ഓർഡർ കിട്ടുകയാണ്, അതിൻ്റെ ഒരു ഫംഗ്ഷൻ. ദെൻ ഡിസ്പാച്ച് ഫംഗ്ഷൻ, നമ്മൾ ഓർഡർ കിട്ടി, നമ്മളെ സാധനം ഇൻവെൻട്രി നമ്മൾ ഡിസ്പാച്ച് ചെയ്തു. ദെൻ ബില്ലിംഗ് ഫംഗ്ഷൻ, ആ ഡിസ്പാച്ച് ചെയ്ത ഇൻവെൻട്രിക്ക് നമ്മൾ ബില്ലടിക്കുകയാണ്. ദെൻ അക്കൗണ്ടിങ് ഇൻ ദ ട്രേഡ് റിസീവബിൾ ലെഡ്ജർ, അപ്പോൾ നമ്മൾക്ക് ആ സാധനം ഒരു ബില്ലടിച്ചു, അവർ പൈസ തരാനുണ്ട്, അപ്പോൾ അത് നമ്മളെന്താണ് അക്കൗണ്ട് ചെയ്യുകയാണ്. സോ അക്കൗണ്ടിങ് റിസീവബിൾ ലെഡ്ജർ. പിന്നെ മെയിൻ അക്കൗണ്ടിങ് ഫംഗ്ഷൻ, ദെൻ ഇൻവെൻട്രി റെക്കോർഡിംഗ് ഫംഗ്ഷൻ. സോ ഇത്രയും കാര്യങ്ങൾക്ക് ഇത് കഴിഞ്ഞ എക്സാമ്പിളാണ്. ഇത് ഫ്ലോ ചാർട്ട് ചെയ്യാനുള്ള ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഫസ്റ്റ് ഓർഡർ കിട്ടുന്നു, പിന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നു, അതിന് ബില്ലടിക്കുന്നു, അവർ നമുക്ക് പൈസ ഒരാളുണ്ട്, നമ്മളെ അക്കൗണ്ട് ട്രേഡ് റിസീവബിളിൽ കാണിക്കുന്നു, അത് മെയിൻ അക്കൗണ്ടിങ് ഫംഗ്ഷനിലേക്ക് പോകുന്നു, പിന്നെ എന്താണ് ഇൻവെൻട്രി റെക്കോർഡിംഗ് ഫംഗ്ഷനും നമ്മളത് ചെയ്യുന്നു. ഓക്കെ, ഓർഡർ റിസീവിംഗ് പ്രോസസ്സ്. ഓർഡേഴ്സ് ക്യാൻ ബി റിസീവ്ഡ് ത്രൂ മെയിൽ, ഫോൺസ് ആൻഡ് സെയിൽസ്മാൻ. അപ്പോൾ നമുക്കൊരു ഓർഡർ എങ്ങനെയൊക്കെ കിട്ടാം? മെയിലായിട്ടോ അവർ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സെയിൽസ്മാൻ വഴി നമുക്ക് എന്താണ് കിട്ടാം. ദ ഓർഡർ റിസീവിംഗ് സെക്ഷൻസ് ക്രിയേറ്റ്സ് ഇൻറ്റേർണൽ സെയിൽസ് അഡ്വൈസ് വിച്ച് ആർ നമ്പേർഡ് ആൻഡ് ഡോക്യുമെൻറ്റഡ്. അപ്പോൾ നമുക്കൊരു ഓർഡർ റിസീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇൻറ്റേർണായിട്ട് നമ്മളെ ഓർഗനൈസേഷനിൽ ഒരു സെയിൽസ് അഡ്വൈസ് എന്ന് പറഞ്ഞൊരു നോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ചില സിനിമകളിൽ കണ്ടിട്ടുണ്ട്, എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉസ്താദ് ഹോട്ടൽ എന്നൊരു സിനിമ. അപ്പോൾ അവർ ആ ഒരു ഹോട്ടൽ നടത്തുകയാണ്. ഹോട്ടൽ എന്ന് വെച്ചാൽ ഉസ്താദ് ഹോട്ടലല്ല, ആ മെയിൻ ഹോട്ടൽ ഉണ്ടല്ലോ, മറ്റേ ദുൽഖർ സൽമാൻ വർക്ക് ചെയ്യുന്നൊരു ഹോട്ടലുണ്ടല്ലോ, എന്തായിരുന്നു അതിൻ്റെ പേര്, ആ ഒരു ഉസ്താദ് ഹോട്ടലിനെ നശിപ്പിക്കാൻ നോക്കുന്നൊരു ഹോട്ടലുണ്ടല്ലോ, ആ ഒരു 5 സ്റ്റാർ ഹോട്ടൽ. അപ്പോൾ അവർ എന്താണ് അവിടെ ഒരു ഫുഡ് അവർ സർവ് ചെയ്യുന്ന സമയത്ത് അവരുടെ കസ്റ്റമേഴ്സ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? അവരൊരു നോട്ടാക്കി എഴുതിയിട്ട് അവർ ആ കിച്ചണിൽ കൊണ്ടിട്ട് അത് പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ അവർ ചെയ്യും. സോ അതേമാതിരി തന്നെ ഏതൊരു സ്ഥാപനത്തിലും ഒരു ഓർഡർ റിസീവ് ചെയ്യുമ്പം അവരൊരു സെയിൽസ് അഡ്വൈസ് എന്ന് പറഞ്ഞൊരു നോട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് വെക്കും. അതിനെ എന്തുണ്ടാവും? അതിനെ നമ്പർ, ഒരു യുണീക്ക് നമ്പർ ഉണ്ടാവും, അതിനൊരു യുണീക്ക് ഡോക്യുമെൻ്റ് അവർ ക്രിയേറ്റ് ചെയ്യും, വിച്ച് ആർ നമ്പേർഡ് ആൻഡ് ഡോക്യുമെൻറ്റഡ്. അത് നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളവിടെ ഒട്ടിക്കുന്നുണ്ടല്ലോ, അതാണ് ഈ ഡോക്യുമെൻറ്റ് നമുക്ക് ഉദ്ദേശിക്കാം. അതിനൊരു യുണീക്ക് നമ്പറും കൂടി അവർ കൊടുക്കും ഈ ഒരു സെയിൽസ് അഡ്വൈസിന്. ദെൻ ദീസ് സെയിൽസ് അഡ്വൈസസ് ആർ സെൻഡ് ടു ദ ഡിസ്പാച്ച് സെക്ഷൻ. നമ്മൾ ആ സാധനം കൊടുക്കുകയാണ്, നമ്മളെന്താണ് ഈ ഒരു സാധനം അവിടെ ഒട്ടിച്ചു, ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് നമ്മൾ ഈ സാധനം ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് വായിക്കും, ഇവർ വായിച്ചിട്ട് ഇവർ ആ സാധനം കുക്ക് ചെയ്യും. ആ സാധനം കുക്ക് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും? ഇവർ ആ ഒരു എന്താ പറയുക, അത് ഡെലിവറി ചെയ്യാൻ, ആ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇവർ പറയും. സോ അങ്ങനെ എന്താണ് ആ ഡിസ്പാച്ച് സെക്ഷനിലേക്ക് ഇതെന്താണ് ഇവർ അയക്കും, സെൻഡ് ചെയ്യും. അതാണ് ഈ കിച്ചണിലേക്ക് വരുന്നത്. which confirms the dispatch details before returning a copy. അപ്പോൾ ഇവരെന്താണ് ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സാധനം, ഈ ഒരു ഡിസ്പാച്ച് ഡീറ്റെയിൽസ് എന്ത് പ്രകാരമാണ് വരുന്നത്? ഈ ഒരു സെയിൽസ് അഡ്വൈസ്, നമ്മളെ ഈ ഒരു സെയിൽസ് അഡ്വൈസ് പ്രകാരമാണ് ഡിസ്പാച്ച് ഡീറ്റെയിൽസ് വരുന്നത്. അത് അവരതിന് മുമ്പ് എന്താണ് കൺഫേമും ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഒരു ഓർഡർ റിസീവ് ചെയ്യുമ്പോൾ ഉള്ള പ്രോസസ്സ് വരുന്നത്. അതിൻ്റെ ഒരു ഫ്ലോ, നമ്മൾ ഫ്ലോ ചാർട്ടാണല്ലോ പഠിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ഇങ്ങനെയാണ് വരുന്നത്. Then dispatch section overview. In dispatch section, the dispatch section processes sales advices, records dispatch details and send copies to the billing department and the customer. അപ്പോൾ എന്താണ് ചെയ്യുക? നമ്മൾക്ക് നേരത്തെ പറഞ്ഞു ആ ഒരു സാധനം ഇവർ കസ്റ്റമറുടെ എഴുതിയിട്ട് ആ ഒരു കിച്ചണിൽ കൊണ്ടുപോയിട്ട് അത് പേസ്റ്റ് ചെയ്തു. ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും? ആ ഒരു സെയിൽസ് അഡ്വൈസ് അവരെന്ത് ചെയ്യും? അവർ പ്രോസസ്സ് ചെയ്യും. ഡിസ്പാച്ച് സെക്ഷൻ പ്രോസസ് സെയിൽസ് അഡ്വൈസ് എന്ന് വെച്ചാൽ ആ ഒരു സാധനം അവർ കുക്ക് ചെയ്യും. ദെൻ റെക്കോർഡ് ഡിസ്പാച്ച് ഡീറ്റെയിൽസ്. അപ്പോൾ ഇവരെന്താണ് ഈ ഒരു സാധനം പ്രിപ്പയർ ചെയ്ത് ഈ സാധനം പ്ലേറ്റിലാക്കിയിട്ട് ഇവർ കൊടുക്കുമ്പോൾ ആ ഒരു ഡീറ്റെയിൽസും ഇവരെന്ത് ചെയ്യും? ഇവർ നോട്ട് ചെയ്യും. അപ്പോൾ റെക്കോർഡ് ഡിസ്പാച്ച് ഡീറ്റെയിൽസ്, ഈ ഒരു ഡിസ്പാച്ച് ഡീറ്റെയിൽസ് ഇവർ റെക്കോർഡ് ചെയ്ത് വെക്കും. ആൻഡ് സെൻഡ് കോപ്പി ടു ദ ബില്ലിംഗ് സെക്ഷൻ. എന്നിട്ട് ഈ ഒരു സാധനം എന്താണ്? ഇതിൻ്റെ ഒരു കോപ്പി ബില്ലിംഗ് സെക്ഷനിലേക്ക്, എന്ന് വെച്ചാൽ ആ ഒരു സെക്ഷനിൽ ഒരാൾ ഇരിക്കുന്നുണ്ടോ, അപ്പോൾ അയാൾക്ക് ഇത് കൊടുക്കും. ആൻഡ് കസ്റ്റമർ, ഒരു കോപ്പി എന്താണ് കസ്റ്റമറിനും കൊടുക്കും. ആ ഒരു ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കുന്ന കസ്റ്റമറിനും എന്താണ് ഒരു ബില്ല് കൊടുക്കും. സോ ഇങ്ങനെയാണ് ഡിസ്പാച്ച് പ്രോസസ്സ് ചെയ്യുന്നത്. ഇറ്റ് എൻഷുർ ദാറ്റ് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ അക്കമ്പനീസ് ദ ഗുഡ്സ് ബീങ് ഡെലിവേർഡ്. അപ്പോൾ എന്താണ് ഈ ഒരു ഗുഡ്സ് ഡെലിവർ ചെയ്ത കാര്യത്തിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും അവർ അതിൻ്റെ കൂടെ വെക്കുന്നതാണ്, എൻഷുർ ചെയ്യുന്നതാണ്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്.
ദെൻ ബില്ലിംഗ് സെക്ഷൻ. ഇപ്പോൾ നമ്മളെവിടെ എത്തി? നമ്മളിപ്പോൾ ബില്ലിംഗ് സെക്ഷനിലെത്തി. ഒരാളിരിക്കുന്നുണ്ട്, അയാളുടെ മുമ്പിൽ ഒരു മേശയുണ്ട്. സാധാരണ എങ്ങനെയാണുള്ള ഒരു ബില്ലിംഗ് സെക്ഷൻ ഉണ്ടാവുക? ഇവിടെ ഒരു ഡോറുണ്ടാവും. ദ ബില്ലിംഗ് സെക്ഷൻ കംപ്ലൈസ് സെയിൽസ് അഡ്വൈസ് ടു ക്രിയേറ്റ് എൻ ഇൻവോയ്സ്. അപ്പോൾ സെയിൽസ് അഡ്വൈസ് ഫസ്റ്റ് എന്താ പറയുക, നമ്മളെ വെയിറ്റർ കൊണ്ടുവന്ന സെയിൽസ് അഡ്വൈസ് യൂസ് ചെയ്തിട്ട് എന്താണ് ഇവർ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യും. എൻഷുറിങ് ആക്യുറേറ്റ് പ്രൈസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഓൾസോ പ്രിപ്പയർസ് ക്രെഡിറ്റ് നോട്ട്സ് ബേസ്ഡ് ഓൺ ദ റിസീവ്ഡ് ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ ക്രെഡിറ്റ് നോട്ട്സും ഉണ്ടാക്കും അവർക്ക് കിട്ടിയ ഡോക്യുമെൻറ്റ്സിൻ്റെ ബേസിൽ. ഓക്കെ, ഐഡൻറ്റിഫൈങ് വീക്ക്നെസ്സസ് ഇൻ ദ ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ വീക്ക്നെസ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക. ഫ്ലോ ചാർട്ട് റിവീൽസ് വീക്ക്നെസ് ഇൻ ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം സച്ച് ആസ് ലാക്ക് ഓഫ് ചെക്സ് ഓൺ സെയിൽസ് അഡ്വൈസ് റെസീറ്റ്സ് ആൻഡ് പ്രൈസിങ് എറർ ഇൻ ഇൻവോയ്സ്. അപ്പോൾ എന്താണ് ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യും? ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് ആണ് റിവീൽ ചെയ്യുക. എങ്ങനെ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ലാക്ക് ഓഫ് ചെക്ക്, അതേമാതിരി തന്നെ എന്താ പറയുക, ഈ സെയിൽസ് അഡ്വൈസ് കിട്ടുന്നത് അവർ ഡോക്യുമെൻ്റ് ചെയ്യുന്നതും, അതേമാതിരി തന്നെ പ്രൈസിങ് എറർ, ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഈ വീക്ക്നെസ്സൊക്കെ ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യും? റിവീൽ ചെയ്യും. എ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ദീസ് ചാർട്ട്സ് ഹൈലൈറ്റ്സ് ഏരിയാസ് നീഡിങ് ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട ഏരിയാസ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു സെയിൽസ് റെസീറ്റ് സെയിൽസ് അഡ്വൈസ് ഇവർ വാങ്ങി വെക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഇവർ ആ ഡിസ്പാച്ച് സെക്ഷനിൽ ഡോക്യുമെൻ്റ് ഒട്ടിച്ച് വെക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു സാധനം ഇവർ ആകെ കസ്റ്റമറിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ ബില്ലിംഗ് സെക്ഷനിലേക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. സോ ഇങ്ങനത്തെ എന്തെങ്കിലും വീക്ക്നെസ്സുകൾ ഉണ്ടെങ്കിൽ അവിടെ എവിടെയാണോ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് എന്നുള്ള കാര്യം ഫ്ലോ ചാർട്ട് ഹൈലൈറ്റ് ചെയ്യും ഫോർ ബെറ്റർ കൺട്രോൾ ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓക്കെ, സോ ഇതാണ് ഈ ഒരു പാർട്ട്. ഇതിൽ നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ആണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നെക്സ്റ്റ് പാർട്ട് നമുക്ക് കവർ ചെയ്യാം.